ബാക്ക് ടു മൈ ചാനൽ ശ്രീ വ്ളോഗ്സ്. അപ്പോൾ ഇന്നാണെങ്കിൽ ഞങ്ങളൊരു ഫ്ലോയിങ് ക്യാൻഡിലാണ് ഉണ്ടാക്കുന്നത്. ചിലവരുടെ വീട്ടിൽ മറ്റേ ടൈപ്പിലെ ക്യാൻഡിൽ കാണത്തില്ലായിരിക്കുമല്ലോ, നമ്മുടെ മെഴുകുതിരി. അപ്പോൾ അതിന് പകരം ഞാനാണെങ്കിലും ഒരു ഫ്ലോയിങ് ക്യാൻഡിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മളാണെങ്കിൽ ചെറിയൊരു ഗ്ലാസ് എടുക്കണം. എന്നിട്ടാണെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം നമ്മൾ മണ്ടഭാഗത്തുനിന്ന് ഇച്ചിരി ഗ്യാപ്പ് വിട്ടിട്ട് വെള്ളം ഒഴിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിപ്പോൾ ആണെങ്കിൽ ഇവിടെ ഒരു ഗോൾഡ് യെല്ലോ കളറാണ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ആണെങ്കിൽ ഇവിടെ ഗ്ലാസ് കളറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൽ 5 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗോൾഡ് യെല്ലോ ആണ് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കണം. വാട്ടറിൽ ആ കളറ് ബ്ലെൻഡ് ആവുന്നിടം വരെ നല്ലതുപോലെ മിക്സ് ചെയ്യണം തറവായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കണം അതിൻ്റെ മണ്ടയ്ക്കായിട്ടും. വാട്ടറും എണ്ണയും മിക്സ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് എണ്ണ ഒഴിക്കണം. നമ്മളൊരു ക്യാനിലല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ കത്താൻ വേണ്ടി നമ്മൾ ഓയിൽ ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഓയിലിൻ്റെ മണ്ടയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ ഗ്ലിറ്ററും സീക്വൻസും ആണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സീക്വൻസ് എല്ലാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒരു സിസർ, ഒരു പെർമനൻറ്റ് മാർക്കർ, പിന്നെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റും എടുക്കണം. പിന്നെ നമ്മൾ ആ ഒരു കപ്പിനെക്കാട്ടി ചെറുതായിട്ടുള്ള ഒരു അളവിൽ നമ്മളാണെങ്കിലും ആ പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്തിടണം. എന്നിട്ട് നമ്മൾ അത് വെച്ച് ലൈൻ ചെയ്തിട്ട് ആ പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ അതിൻ്റെ അളവിൽ കട്ട് ചെയ്ത്, പിന്നെ അത് ഫസ്റ്റ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ നടുക്കൊരു ചെറിയ ലൈൻ പോലത്തെ ഒരു കട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ആ ലൈൻ പോലത്തെ കട്ടിൽ ഫോൾഡ് ചെയ്തിട്ട് ഓപ്പോസിറ്റായിട്ടൊരു കട്ടും കൂടെ കൊടുക്കണം. അപ്പോൾ നമ്മളൊരു പ്ലസ് കട്ട് പോലെ ഇത് വരും. അപ്പോൾ നമ്മൾ പ്ലസ് കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മളാണെങ്കിൽ ഒരു കട്ടി ത്രെഡ് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഒരു ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ വേറൊരു ത്രെഡ് വെച്ച് ഞാൻ എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് നല്ല സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളാണെങ്കിൽ നമ്മൾ ആ ഓയിലിൻ്റെ മണ്ടയ്ക്കോട്ട്, ആ ഡിസൈനിൻ്റെ മണ്ടയ്ക്കോട്ട് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഒരു ക്യാൻഡിൽ റെഡിയാവും. പിന്നെ നമ്മൾ ഞാൻ പിന്നെ വേറൊരു പണി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ആ ക്യാൻഡിലിൻ്റെ മണ്ടഭാഗത്ത് ഞാൻ ഓയിൽ ചെയ്തില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു ഫസ്റ്റത്തെ കുറേ വട്ടം ഇതുപോലെ അത് ലൈറ്റ് ആവാഞ്ഞത്. ആ ലൈറ്റായിട്ട് അങ്ങ് കെടുമായിരുന്നു. പിന്നെ ഓയിൽ വെച്ച് ഞാൻ അപ്ലൈ ചെയ്തപ്പം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ ലൈറ്റായി. അപ്പം നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഓയിൽ അപ്ലൈ ചെയ്യണം. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അവസാനം ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ ബൈ.